ആരാ മനസ്സിലായില്ല? താങ്കളെ പോലെ മാനസിക പീഡനം അനുഭവിക്കണ ഒരുപാട് പലിശ കൊടുക്കുന്ന വ്യക്തികൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇല്ലേ? അതുകൊണ്ട് ചിരിച്ചോണ്ട് വന്നിട്ട് കായ് ചോദിക്കും, പലിശ ചോദിക്കുമ്പോൾ മുഖം വീർപ്പിക്കും, പറ്റുമെങ്കിൽ നിങ്ങളുടെ 4 ചീത്തയും പറയും ഇല്ലേ? നിങ്ങൾ പറഞ്ഞത് എന്തായാലും 100% ശരിയാ. അല്ല, നിങ്ങൾ പത്രത്തിൽ നിന്നാ? അല്ല. ഓ, സർക്കാർ ഉദ്യോഗസ്ഥൻ പെൻഷനാകാൻ പോവുകയാണ്. പെൻഷനായി കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റിയ പണിയാ. ഇവിടെ പെൻഷനായ പലരും എൻ്റെ അടുത്ത് വന്ന് ഉപദേശം ചോദിച്ചിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിരിക്കണേ. അതെല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. ഇല്ല, അവിടെ അല്ല, ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. പലിശക്കാര്യത്തിൽ കൺസൾട്ടന്റ് കൂടിയാണ് ഇല്ലേ? ചിരിക്കരുത്. ഈ ബിസിനസ്സിൽ ചിരിക്കരുത്. മറ്റേത് ബിസിനസ്സിലും ചിരിച്ചോണ്ട് വേണം ചെയ്യാൻ. പക്ഷെ ഈ ബിസിനസ് ചിരിച്ചോണ്ട് ചെയ്താൽ പൊളിയും. പിന്നെ അലിയരുത്, അലിവ് തോന്നരുത്. കരഞ്ഞോണ്ട് വന്ന് പറയും കുടുംബം തകരാറിലാണ്, കുടുംബം അവസാനിക്കാറായി, പിന്നെ ഡൈവേഴ്സിന്റെ വക്കിലാണ്, അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, ഇങ്ങനെ പലതും പറഞ്ഞു വരും. ഒരിക്കലും അലിവ് കാണിക്കരുത്. അപ്പൊ ഈ പലിശപ്പണി അങ്ങനെ നടക്കും? വന്ന് ചോദിക്കുമ്പോൾ ഉടനെ കാശെടുത്ത് കൊടുക്കരുത്. വരുമ്പോ പറയണം, പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വാ, ഞാൻ നോക്കാം, എവിടത്തെങ്കിലും മറിച്ച് തരാം, ഇവിടെ ഇപ്പൊ പൈസ ഇല്ല, അങ്ങനെ പറയണം. അപ്പൊ ഈ ഉടനെ കായ് എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കായ് കെട്ടിരിപ്പുണ്ടെന്ന് വിചാരിക്കും അല്ലേ? അപ്പൊ പിന്നെ കള്ളന്മാര് കയറി കൊണ്ടുവരും. പിന്നെ അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ അല്ല, ഈ ബിസിനസ്സിന് പറ്റിയ ആളാ, ഇച്ചിരി കാര്യവിവരമുണ്ട്. പിന്നെ പലിശക്ക് നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞ് പലിശ വാങ്ങാൻ ചെല്ലുമ്പോൾ അവരോട് സംസാരിക്കാനോ കൊച്ചു വർത്തമാനം പറയാനോ നിൽക്കരുത്. പാടില്ല. ഇങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യരുത്. പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ള പൈസ ഇടപാട് വേണ്ട. ധനനഷ്ടം, മാനഹാനി, പേരുദോഷം, ഇതെല്ലാം അനുഭവം കൊണ്ട് പറയണം കേട്ടോ. ഇതൊന്നും ആരും അങ്ങനെ പറഞ്ഞു തരുന്ന കാര്യമല്ല. പിന്നെ സിനിമ കാണൽ, സീരിയൽ കാണൽ, നാടകം കാണൽ, വീക്കിലി വായന, പത്രം വായന, ഇതൊന്നും നമ്മുടെ ഈ പണിക്ക് പറ്റിയതല്ല. പിന്നെ 2 കഴിക്കും എന്നുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിക്കരുത്. വീട്ടിൽ വാങ്ങിച്ചു വെച്ച് ഒറ്റയ്ക്കിരുന്ന് കഴിക്കണം. അല്ല, നിങ്ങൾ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ ബിസിനസ് തുടങ്ങാനുള്ളൊരു ക്യാപിറ്റൽ ഇൻകം അതിന്റെ ഒരു അത് വേണ്ട. ഈ ഇംഗ്ലീഷ് നമ്മുടെ അടുത്ത് വേണ്ട. ഈ പലിശ വാങ്ങിക്കാൻ ഞാനോ പലവന്മാരും ഇംഗ്ലീഷ് പറഞ്ഞ് എൻ്റെ അടുത്ത് തെറി പറയാറുണ്ട്. പിന്നെ അവരുടെ അടുത്ത് തിരിച്ചു പറയാനായിട്ട് ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. ബ്ലഡി ഫൂൾ, ഈഡിയറ്റ്, സ്റ്റൂപ്പിഡ്, റസ്കൽ, ഇതെല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിൽക്കണ്ടേ, പിന്നെ ഒന്നും ഇങ്ങോട്ട് പറയില്ല. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു മൂലധനം, ഇതിന്റെ തുടക്കത്തിലിന്റെ ഒരു സംഖ്യ നിങ്ങളുടെ കയ്യിലുണ്ടാവണല്ലോ. കൊച്ചുനാളിൽ എനിക്ക് ചില്ലറ കളക്ട് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു, കുടുക്ക, കുഞ്ഞുനാളില്. അപ്പൊ ഒരു ദിവസം ഞാൻ കുടുക്ക അങ്ങ് പൊട്ടിച്ചപ്പോ 22 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മച്ചി കണ്ടുകൊണ്ടതിന്റെ എന്നോട് ചോദിച്ചു, മക്കളെ ആ പൈസ എഞ്ച് തരുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ തരില്ല, കൊടുക്കില്ല. അപ്പൊ അമ്മച്ചി എടുത്തതിൽ എന്നോട് പറയാ, നിനക്ക് 25 രൂപ ഞാൻ തിരിച്ചു തരും, നീ തരുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ തുടങ്ങിയില്ലേ നമ്മുടെ പലിശപ്പടി. 22 ഉറുപ്പ്യ നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്, മൂലധനം എന്ന് പറയുന്നത്. 22 രൂപ തുടങ്ങിയെങ്കിൽ എന്താ, ഇന്നിപ്പോ 15 ലക്ഷം രൂപ ഞാൻ വെളിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 15 ലക്ഷം ഒക്കെ പിരിഞ്ഞ് കയ്യിൽ വന്നു. 15 പേരെ കിടക്കണ്ട്. അല്ലേ, ഇനിയിപ്പോ പലിശ ഇനത്തിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫീൽഡിൽ സജീവമാണെന്നൊരു ഇത് വരുത്തണം. നമ്മളെപ്പോഴും ചോദിക്കാം പലിശ. അല്ല, നിങ്ങൾക്ക് ഇതിന് ഈ സഹായത്തിന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാനൊരു കാര്യം പറയാം, ഈ പണിക്ക് സമൂഹവുമായിട്ട് ഒരു ബന്ധവും പാടില്ല. ചില സമയം നമുക്ക് നമ്മളെ തന്നെ സംശയം തോന്നും ഈ പണി. പിന്നെ കൊട്ടേഷൻ സംഘം അത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം, അത് ആവശ്യം വരുന്ന ഘട്ടത്തിൽ. അല്ല, നിങ്ങൾ ഈ ഒറ്റക്ക് പോയിട്ട് ആരെങ്കിലും വരട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ പിടിച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനാ ഒറ്റയ്ക്കാ? നമുക്ക് സമൂഹത്തിലൊരു വിലയും നിലയ്ക്കില്ലേ? കള്ളത്തരം പറയുന്നോടാ തള്ളി. ഈ എന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയില്ലടാ, എന്റെ കുത്തിന് പിടിച്ച് നിർത്തിയില്ലേ, നടു റോഡി വെച്ച് എന്നെ എന്റെ ഭാര്യ നീ തെറി വിളിച്ചില്ലടാ. ആ വിളിച്ച് തെറിയൊക്കെ ഞാൻ ഇവിടെ പറയട്ടാ. അത് ശരി. എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ബൈക്ക് നീ വിളിച്ചോണ്ട് വന്ന പെട്ടിയാട്ടെ നീ കൊണ്ടുപോകലടാ തെണ്ടി. ചെയ്യൂടാ, ഇനിയും ചെയ്യും. നീ ആളെ കുട്ടി എന്റെ പകരം ചോദിക്കാൻ വന്നാണ്. നിങ്ങളെ കുറിച്ച് വേറെ കുറെ പരാതികളുണ്ട്. നിങ്ങൾക്ക് ഈ ബിസിനസ് നടത്താൻ ആരാ കായ് തരണത്? പറഞ്ഞിട്ട് എന്ത് വേണം? ഞാൻ ക്രൈം ബ്രാഞ്ചിൽ നിന്നാണ്. അപ്പൊ പറയാരങ്ങൾക്ക് ഈ കച്ചവടം നടത്താനായിട്ട് കായ് തരും? സാർ, ഞാൻ ഈ ബിസിനസ് സുഖം സാർ. കേരള വണ്ടിയിൽ ഉപദേശക്കാരൻ